അടുത്ത ബന്ധം എന്ന് പറയുന്നത് എന്റെ സിസ്റ്റേഴ്സ് ആണ്. അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അത് സിനിമയിലേക്ക് എങ്ങനെ ഒരു ഇതുണ്ടായിരുന്നത്, ചേച്ചിയുടെ ഒരു ബേസ് എങ്ങനെ ഉണ്ടാക്കിയത്? അവരുടെ കൂടെയല്ലേ നമ്മൾ ഉണ്ടായിരുന്നത്, അവരുടെയാണ് ബാക്ക്ഗ്രൗണ്ടേ അവരുടെയാണ്. അപ്പോൾ അവരെ അറിയാവുന്നതുകൊണ്ട് നമുക്ക് വേറെ ആരെയും അറിയേണ്ട കാര്യമേ ഇല്ലായിരുന്നു. ബിക്കോസ് നമ്മൾ അവിടെ കൂടെയാണ്, അവരുടെ കൂടെ നിൽക്കുന്നത് കൊണ്ട് എല്ലാവരെയും അറിയാം. ആ പ്രായം തൊട്ട് ഉള്ള ആൾക്കാർ തൊട്ട് ഇപ്പോൾ ഉള്ള ആൾക്കാർ വരെ നമുക്കറിയാം. ആർക്കും എന്നെ അറിഞ്ഞൂടാതെ എന്ന് പറയാനുള്ള ഒരു അവസരം നമ്മൾ വരുത്തിയിട്ടില്ല. ബിക്കോസ് ലളിത, പത്മിനി, രാഗിണി എന്ന് പറഞ്ഞ 3 പേരാണ്. അവർ 3 പേരും വളരെ ഫേമസ് ആയിരുന്നു, എല്ലാവർക്കും അറിയാം. കാലത്ത് ഇവിടെ വന്നു ഇല്ല, അമ്പലത്തിൽ ചെന്നു ഇല്ല, പിന്നെ എവിടെ പോയി? ഇന്ന് പാർവതിയുടെ പിറന്നാളായിരുന്നു, ദേവീ ക്ഷേത്രത്തിൽ പോയിട്ട് വരിക. ഓ, അപ്പൊ അയൽവക്കക്കാരുടെ പിറന്നാൾ ആഘോഷിക്കാൻ പോയതാണല്ലേ? ആട്ടെ, പിള്ളച്ചട്ട് വന്നിട്ടൊന്നും കഴിച്ചില്ലേ? ആര് തന്നിട്ടാ? അസൂയാണെന്ന് വിചാരിക്കരുത്. ഇവിടെ ഒരുത്തി ജോലിക്ക് നിർത്തിയിട്ടില്ലേ? ഈ ജാതി സാധനങ്ങൾ വീട്ടിൽ നിന്നാ പച്ചവെള്ളം കിട്ടില്ല. തിയേറ്റർ എങ്ങനെയാണ് സിനിമയിലെ തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? തിയേറ്റർ എന്ന് പറഞ്ഞാല് നാടകം എന്ന് പറയുന്നത് ഞാൻ സിനിമയിലൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം ഒരുപാട് വർഷം കഴിഞ്ഞിട്ടാണ് നാടകത്തിൽ അഭിനയിക്കുന്നത്. ആദ്യം ഞാൻ ചെയ്ത നാടകം YG പാർത്ഥസാരഥി. അദ്ദേഹം തമിഴിൽ വളരെ ഫേമസ് ആണ്. അതായത് ഇപ്പോഴത്തെ YG മഹേന്ദ്രൻ്റെ അച്ഛൻ, രാഷ്മി എന്ന് പറയും അവരുടെ അമ്മ. അവരും വളരെ ഫേമസ് ആണ്, മദ്രാസിൽ എല്ലാവർക്കും അറിയാം. അവരുടെ തിയേറ്ററിൽ കൂടെയാണ് വന്നത്, അതുകൊണ്ട് എല്ലാവർക്കും അറിയാം. അത് കഴിഞ്ഞിട്ട് ഞാൻ അഭിനയിച്ചത് ചോ രാംസ്വാമി, തുക്ലക് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു 10-30 നാടകമുണ്ട്. ആ 30 നാടകത്തിലും ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോഴും അവർ നാടകം ഇട്ടാൽ ഞാൻ തന്നെയാണ് ആ വേഷങ്ങൾ ചെയ്യുന്നത്. എല്ലാ ഭാഷയിലും ഒരുവിധം അഭിനയിച്ച് സൗത്ത് ഇന്ത്യയിലെ സ്വന്തമായിട്ടാണ് എല്ലാ ഭാഷയിലും സിനിമകൾക്ക് ശബ്ദം കൊടുക്കാറില്ല. എന്തുകൊണ്ടാണ് സ്വന്തമായിട്ട് ശബ്ദം കൊടുക്കുന്നത് താല്പര്യപ്പെടുന്നത്? തമിഴിലും മലയാളത്തിലും ഡെഫിനറ്റായിട്ട് ഞാൻ തന്നെയാണ് കൊടുക്കുന്നത്. തെലുങ്കിൽ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ അവരുടെ ആ ലാംഗ്വേജ് സ്ലാങ് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ചിലതേ ചെയ്യാൻ പറ്റുന്നുള്ളൂ, ചിലത് ചെയ്യാൻ പറ്റുന്നില്ല. പരിഷ്കാരമുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ നീ വല്ലവനും വിളിച്ചോണ്ട് വാ. പരിഷ്കാരമുള്ള ഭക്ഷണം എന്ന് വെച്ചാ കത്തി മുള്ളും ഉപയോഗിച്ച് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം, അതൊക്കെ പിടിക്കുമായിരിക്കും. പത്മശ്രീ അടക്കം ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്, ഇപ്പോഴും ഒരുപാട് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഈ ഇത്തരം അവാർഡുകൾ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ചേച്ചിക്ക് എന്താണ് ഫീൽ ചെയ്യാറുള്ളത്? അങ്ങനെയൊന്നും ഫീലിംഗ് ഒന്നും ഇല്ല. അവാർഡ് കിട്ടുന്നത് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയങ്കര എൻകറേജ്മെൻ്റാണ്. അത് ഓരോന്നും കിട്ടുമ്പോഴും ഓരോ എൻകറേജ്മെൻ്റാണ്. അതായത് ഈ പബ്ലിസിറ്റി എന്നുള്ളത് വേണമല്ലോ. അപ്പോൾ ഇതൊക്കെ കിട്ടുമ്പോഴാണ് പബ്ലിസിറ്റി കൂടുതൽ കിട്ടുന്നത്, എല്ലാവരും അറിയുന്നത്. അല്ലെങ്കിൽ ആരും ആരെയും അറിയില്ല. അതുകൊണ്ട് അവാർഡ് കിട്ടുന്നത് ഇറ്റ്സ് എ പബ്ലിസിറ്റി. അത് മാത്രമല്ല നമ്മൾ ചെയ്തതിൻ്റെ ഒരു അംഗീകാരം. ഒരുപാട് ഈ തമാശ സിനിമകളിലോടാണ് അധികമായിട്ട് ഇപ്പൊ അഭിനയിച്ചു കാണുന്നത്. അത്തരം സിനിമകളുടെ താല്പര്യം എന്താണ്? താല്പര്യം എന്ന് പറഞ്ഞാൽ കോമഡി എല്ലാവർക്കും ഇഷ്ടമല്ലേ, അതുപോലെ നമുക്കും ഇഷ്ടമാണ്. കോമഡി ചെയ്യുന്നതിൽ നല്ലൊരു എൻത്യൂസിയാസം ഉണ്ട് അത് ചെയ്യുമ്പോഴത്തേക്ക്. അപ്പോൾ അത് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം. സാറേ, വളരെ സന്തോഷമുണ്ട്. സാറിന്റെ ആൾക്കാർ പറഞ്ഞ പൈസ മുഴുവനും മാവേലിക്കര മരിച്ചുപോയ എന്റെ അമ്മ ദേവികയുടെ റോൾ നിങ്ങൾ ഭംഗിയായി അഭിനയിച്ചു കേട്ടോ. നാടക നടിയായിരുന്നിട്ടും ഓവറാക്കാതെ മുഹൂർത്തങ്ങൾ തന്മയത്തോടെ കൈകാര്യം ചെയ്തു. ചില സമയത്ത് ഞാൻ തന്നെ വിചാരിച്ചത് എന്റെ അമ്മയാണോ എന്ന്. ഒരുപാട് ജനറേഷൻ ചേച്ചിയുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ഇത്തരം ജനറേഷനുമായിട്ടുള്ള ഒരുപാട് അഭിനയിക്കുമ്പോണ്ടാകുന്ന എക്സ്പീരിയൻസസ് ഒക്കെ എങ്ങനെയാണ്? ഡെഫിനറ്റ്ലി എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അവരെന്തോ എടുത്ത് എന്തെങ്കിലും ചെയ്യാൻ പോകണോ? അങ്ങനത്തെ എക്സ്പീരിയൻസ് അല്ല, നല്ല എക്സ്പീരിയൻസ് ആണ്. ഇത്രയും പേരുടെയും കൂടെ അഭിനയിക്കാൻ സാധിക്കുന്നല്ലോ, അത് തന്നെ ഒരു വലിയ കാര്യമല്ലേ. ഒരു ആർട്ടിസ്റ്റ് എന്ന ഒരാളെ എത്ര 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 ആൾക്കാർ വരുന്നവരെല്ലാം കൂടെ അഭിനയിക്കുന്നു എന്ന് പറയുന്നത് അതൊരു ദൈവത്തിൻ്റെ അനുഗ്രഹം. നിന്നെ കാത്തിരിപ്പു ഞാൻ.
ഇത്രയും വർഷമായി തുടങ്ങിയ ശേഷം ഇപ്പൊ ഒരു ഭാഷയിൽ നിന്ന് ഇപ്പൊ ഒരുപാട് ആംഗ്യത്തിൽ അഭിനയത്തിലേക്കാണ് ഈ കോമഡി കണ്ടെത്തുന്നത്. അത്ര ഒരു കോമഡി റീഡിഫൈൻ ചെയ്യുന്നൊക്കെ പറയുന്ന ഒരു സാധനത്തിനെ ചേച്ചി എങ്ങനെ വിലയിരുത്തും? അതൊന്നും നമ്മൾ നോക്കാറില്ല. എനിക്ക് അത്രയും വലിയ ഒരു ഇതൊന്നും ഇല്ല. എന്ത് ചെയ്യാൻ പറയുന്നു അത് ചെയ്യും, അത്ര തന്നെ. വിഷു തൊട്ട് പുതിയൊരു വർഷമാണ് മലയാള ഭാഷ. ചേച്ചിയുടെ പുതിയ പ്രതീക്ഷകളൊക്കെ എന്തൊക്കെയാണ്? എനിക്ക് അങ്ങനെ ഒന്നുമില്ല. ജോലി ചെയ്യണം, എല്ലാവരെയും കാണണം, എല്ലായിടത്തും സന്തോഷമായിട്ട് സംസാരിക്കണം, എല്ലാവരും നന്നായിരിക്കണം. അത് തന്നെ നമ്മുടെ പ്രാർത്ഥന. ജോസ് പ്രകാശ് സാറിൻ്റെ കൂടെ ഒരുപാട് പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതായത് അദ്ദേഹം വില്ലൻ വേഷങ്ങളാണ് ഒരുപാട്. അപ്പം ഞാൻ ഓപ്പോസിറ്റ് വാം ക്യാരക്ടർ, അങ്ങനെ ഒരുപാട്. ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു ഈ ഇംഗ്ലീഷും മലയാളവും കൂടെ ചേർത്ത് പറഞ്ഞത് ജോസ് പ്രകാശ് സാറാണെന്നാണ് എന്നാണ് എൻ്റെ വിശ്വാസം. എന്നുവെച്ചാൽ സാറ് നമ്മുടെ തമിഴിൽ പിന്നെ മേജർ സുന്ദരരാജൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇതുപോലെയായിരുന്നു. തമിഴിൽ എന്തെങ്കിലും ഒരു ഡയലോഗ് പറഞ്ഞ് അത് ഇംഗ്ലീഷിലും പറയും. അതൊരു സ്റ്റൈലായിട്ട് മാറി. അതുപോലെ ജോസ് പ്രകാശ് സാറും എല്ലാ പടത്തിലും മലയാളത്തിൽ പറയും. അതിൻ്റെ തന്നെ വെൽ എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷിൽ പറയാൻ തുടങ്ങും. അതൊരു സ്റ്റൈലായിട്ട് മാറി. അത് അദ്ദേഹത്തിനെ അത് ചെയ്യാൻ പറ്റുള്ളൂ. അദ്ദേഹം പറഞ്ഞാലേ അത് നന്നായിരിക്കുകയും ചെയ്യുള്ളൂ. അങ്ങനത്തെ ഒരു സ്റ്റൈൽ കൊണ്ടുവന്നത് ജോസ് പ്രകാശ് സാറാണ്. അഫ്കോഴ്സ് ഒരു നല്ല മനുഷ്യനായിരുന്നു. ഞങ്ങളുടെ അടുത്തൊക്കെ വളരെ സ്നേഹമുള്ള ഒരു മനുഷ്യനായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ഞങ്ങൾ ഒരുപാട് പടങ്ങൾ, നല്ല കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ. അദ്ദേഹത്തിനെ പറ്റി അദ്ദേഹം ഇങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു അങ്ങനെ ഒന്നും പറയാനില്ല. മിക്കവാറും ആർക്കും കാണില്ല എന്നാണ് എൻ്റെ വിശ്വാസം. മണമുള്ള തിരിയിട്ടു കുടമുള്ള മലരുകൾ വിളക്കു വെച്ചു, ഹന്തി വിളക്കു വെച്ചു. മണമുള്ള തിരിയിട്ടു കുടമുള്ള മലരുകൾ വിളക്കു വെച്ചു, ഹന്തി വിളക്കു വെച്ചു. വരുമവൻ വരുമെന്നു മധുരമർമ്മരങ്ങളായി, വരുമവൻ വരും എന്നു മധുരമർമ്മരങ്ങളായി. അരുമയായൊരു കാറ്റു തഴുകിയോതി, അരുമയായൊരു കാറ്റു തഴുകിയോതി. വരുവാനിനിയും വൈകരുതേ നീ കരുണതൻ മണിമുകിലേ. ഇപ്പോ ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. പക്ഷെ സംവിധായകരുടെ ഇടയിൽ ഇപ്പോ സംവിധായകന്റെ കലയാണ് സിനിമ എന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ഞാൻ തന്നെ അഭിനയിച്ച് ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്താൽ പോരെ? പടം ഓടൂല്ലേ? അത് ഓരോരുത്തർക്കും ഓരോ ജോലി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ക്യാമറയിൽ നിങ്ങൾ എടുക്കുന്നു, എന്നെക്കൊണ്ട് ക്യാമറയിൽ എടുക്കാൻ പറ്റുമോ? ഔട്ട് ഓഫ് ഫോക്കസ് ആയിരിക്കും അല്ലേ? അതുപോലെ ഓരോരുത്തർക്കും ഓരോ ജോലി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചിലരുടെ ഒരു സാമർത്ഥ്യം, അതുകൊണ്ട് അവരതൊക്കെ പഠിക്കുന്നു, അവരതൊക്കെ ചെയ്യുന്നു. നല്ല കാര്യം. ഇപ്പോഴത്തെ പിള്ളേരല്ലേ എല്ലാം പഠിച്ചുകൊണ്ട് വരുന്നുണ്ട്.